എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, കൈവിട്ട കല്ലും വാവിട്ട വാക്കും. ഇതൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വായിന്ന് പോയി, അതെവിടെ പോയി? പബ്ലിക്കിൻ്റെ ഇടയിലേക്കാണ് പോയത്. അതുപോലെ തന്നെയാണ് കൈവിട്ട കല്ലും. കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഏതവൻ്റെ തലക്കെട്ടാണോ ചെന്നു കൊള്ളുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അത് ഇതേപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉള്ളവരുടെ തലക്കെട്ടോ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ചില്ലിൻറ്റോ ഒക്കെയാണ് ചെന്ന് പതിക്കുന്നതെങ്കിൽ പിന്നെ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് വായിൽ നിന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ, അത് ഏഷണിയായിട്ട് പരദൂഷണമായിക്കോട്ടെ, എന്തും തന്നെ ആയിക്കോട്ടെ, നമ്മൾ പറയുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ച് വാക്കുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ പിടിച്ചാലേ കിട്ടില്ല. നമ്മുടെ തന്നെ വാക്കാണല്ലോ, എന്നാൽ അതിനെ അങ്ങോട്ട് തിരിച്ചെടുത്തേക്കാം. ഒരു രക്ഷയില്ല. ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാരാര് വെറുതെ ഒന്ന് ആള് കളിച്ച് നോക്കിയതാ. ഇത്രയും വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ജവാന്മാർക്ക് ഒരു കരുത്തേകുന്ന എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് പകരം ഒന്നും ശരിയല്ല, ഇതിങ്ങനെയല്ലായിരുന്നു, അങ്ങനെയായിരുന്നു വേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് വെറുതെ ആള് കളിച്ചതാ. വെറുതെ മറ്റുള്ളവരെല്ലാം സംയമനം പാലിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്, സമാധാനം ഉണ്ടാവണേ, സമാധാനം, അതാണ് സമാധാനം തരണേ ദൈവമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ ജവാന്മാരൊന്നും നഷ്ടപ്പെടല്ലേ, പട്ടാളക്കാർക്കൊന്നും സംഭവിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേറിട്ട ചിന്താഗതി എവിടം വരെ എത്തിച്ചു. ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടു, മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഒഴുക്കാണെന്ന് പറഞ്ഞ ആളുകളുടെ, മീഡിയക്കാരാവാം, പറയുകയാണ് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കല്ലേ, അവർ എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളൊക്കെ വെറും സാധാരണക്കാരായ ആളുകളാണ്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഞാനും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വഴക്കടിക്കാറുണ്ട്. അപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ എന്തെങ്കിലും കുരുത്തക്കേടിന് പറഞ്ഞു പോകും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കാൻ പറ്റി. അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേ, ശല്യം ചെയ്യരുതേ എന്നൊരു അപേക്ഷ കൂടി വെച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവനവൻ്റെ കുടുംബത്ത് അമ്മ വെച്ച് വിളമ്പുന്ന, ഭാര്യ വെച്ച് വിളമ്പുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവനവൻ്റെ കട്ടിലേക്ക് കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ പോരായിരുന്നോ? രാജ്യം കാക്കാൻ പ്രധാനമന്ത്രിയും പട്ടാളക്കാരും ഒക്കെ അവിടെ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഈ വിടുക ഇങ്ങനെ വളവിളാന്ന് അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പാവുണ്ട്, രാജ്യദ്രോഹിയൊന്നുമല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ രാജ്യദ്രോഹി എന്ന് കുറ്റാരോപിതനായി. ഇനി അതിൽ നിന്ന് എങ്ങനെയൊന്ന് കരകയറാൻ പറ്റും? ഉണ്ടാക്കിയതും അതിലപ്പുറവും ഒരു ജാമ്യം എടുക്കാൻ തന്നെ ചിലവാകുമെന്നാണ് പറയുന്നത്. വല്ല കാര്യമുള്ള കാര്യമാണോ? ഇതാണ് അഹങ്കാരം. അതിനുള്ള ശിക്ഷയാണ് കൊടുത്തത് ദൈവം. മാപ്പൊക്കെ പറഞ്ഞോ, എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോരാൻ പറ്റട്ടെ ആ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ആ ഭാര്യയ്ക്കും ആ കുഞ്ഞുങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ, അതേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് തോന്നുന്നു. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. അതിൻ്റെ എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ഊരിപ്പോരാൻ പറ്റുമായിരിക്കാം. ജീവപര്യന്തം, പിന്നെ എത്ര ലക്ഷം, എന്താ പറയുക, ഇനെന്താ പറയുമല്ലോ, എന്തായാലും തുക കെട്ടിക്കുന്ന കസിക്കില്ലേ, അതൊക്കെ തന്നെ ഒക്കെ വേണ്ടി വരും എന്ന് പറയുന്നു.
അറിയില്ല. കാരണം നമ്മൾ ഇതേമാതിരിയൊന്നും കടന്ന് ചിന്തിച്ചിട്ടോ, അല്ലേ? ഇന്ത്യ എൻ്റെ രാജ്യം, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ, അതിലപ്പുറം നമുക്കൊന്നുമില്ല. എല്ലാ ഭാരതീയരും ഒറ്റക്കെട്ടോടുകൂടി എത്രയും പെട്ടെന്ന് ഈ പോരാട്ടം, ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം യുദ്ധത്തിലേക്കൊന്നും കടക്കാതെ ഒന്ന് അവസാനിച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്തരം വേണ്ടാധീനങ്ങൾ പറയാൻ പോയോ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് മാരാര് മാത്രമല്ല, വേറെയും 2-3 പേരൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ. ഈ കൂട്ടത്തിലല്ല, ഇങ്ങനെ പറഞ്ഞ ആളുകൾ, അവരുടെ പിന്നാലെയും ഉണ്ട് നിയമത്തിൻ്റെ വള്ളിക്കെട്ടുകൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.